ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 96 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാമൻ ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുന്ന കാര്യങ്ങൾ വർണ്ണിച്ചു. പ്രിയായിരിക്കുന്ന മൈഥിലിയെ മലമ്പുഴയൊക്കെ കാണിച്ച് മാംസം കൊടുത്ത് പ്രീതിയാക്കി പർവ്വതപ്രാന്തത്തിൽ ഇരുന്ന് രാമൻ പറയുകയുണ്ടായി, ഇത് ശുദ്ധം, ഇത് സ്വാദുള്ളത്, ഇത് തീയിൽ വേവിച്ചത്. ഇങ്ങനെ സീതയോടൊത്തുകൊണ്ട് രാമൻ ഇരിക്കുമ്പോഴാണ് ഭരതാഗമനത്താൽ പടയുടെ പൊടിയും ഇരമ്പവും ആകാശം തൊടുമാറ് ഉയർന്ന് കണ്ടത്. ഏതസ്മിൻ അന്തരേത്രസ്ഥ ശബ്ദേന മകഥാ തഥാ. ആ സമയത്ത് ഇരമ്പം കേട്ട് പേടിച്ചിരണ്ട മതഗജങ്ങള് കൂട്ടത്തോടുകൂടി നാലുപാടും പോയി ഒളിച്ചു. രാഘവൻ ആ പടയുടെ ഇരമ്പം കേട്ടു. അതോടൊപ്പം പേടിച്ചോടുന്ന ആനക്കൂട്ടങ്ങളെ കണ്ടു. അവയുടെ പേടിച്ചിരണ്ട പാച്ചിൽ കണ്ടും വലിയ ശബ്ദം കേട്ടും രാമൻ തേജസ് കത്തുന്ന സൗമിത്രയോട്, ലക്ഷ്മണനോട് പറയുകയുണ്ടായി, ഹന്തലക്ഷ്മണ പശ്യേഹ സുമിത്ര സുപ്രജാസ്ത്വയാ മഹീസ്തനദിഗംഭീരം തുമുലം ശ്രൂയതേശ്വന. അല്ലയോ ലക്ഷ്മണ, ഇവിടെ നോക്കൂ, വലിയ ഉഗ്രമായിരിക്കുന്ന പെരുമ്പറനാദം കേൾക്കുന്നു. ഈ വൻകാട്ടിലെ ആനകള്, കാട്ടുപോത്തുകള്, മൃഗങ്ങള്, സിംഹങ്ങളൊക്കെ ഭയപ്പെട്ട് ദിക്കുകൾ നോക്കി ഓടിപ്പോകുന്നു. രാജാവോ രാജതുല്യനോ വനത്തിൽ വേട്ടയാടുന്നുണ്ടോ, അതോ വല്ല ദുഷ്ടമൃഗങ്ങളുമാണോ? പരമാർത്ഥം നീ അറിയണം. ഈ പർവ്വതം പക്ഷികൾക്ക് പോലും ദുഷ്കരമാണ്. ലക്ഷ്മണ, ഇതെല്ലാം നേരാവണ്ണം നീ മനസ്സിലാക്കണം. സത്രം ഇത് കേട്ട ഉടൻ തന്നെ സൗമിത്രി ലക്ഷ്മണൻ പൂത്തമരത്തിന്റെ മുകളിൽ കയറി സകല ദിക്കുകളിലും കണ്ണയച്ച് ഉറ്റുനോക്കി. അപ്പോഴാണ് വടക്കുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗജാശ്വരഥങ്ങൾ നിറഞ്ഞ സന്നദ്ധങ്ങളായ കാലാൽപ്പടകൾ തിങ്ങി ഒരു പെരുമ്പട വരുന്നത് കണ്ടത്. താമശ്വഗജ സമ്പൂർണം രഥത്വജ വിഭൂഷിതാം സഹംസസേനാം രാമായ വചനം ചേതം അബ്രവീൽ. അശ്വഗജങ്ങൾ നിറഞ്ഞ തേർക്കൊടികൾ അണിഞ്ഞ ആ മഹാസേനയെ പറ്റിയിട്ട് രാമനോട് നിർദ്ദിച്ചുകൊണ്ട് പറഞ്ഞു, അഗ്നികെടുത്തണം ജ്യേഷ്ഠ, സീത ഗുഹയിൽ പോയി ഇരിക്കണം, അങ്ങ് വില്ലുകുലച്ച് ചരമേന്തി ചട്ടയണഞ്ഞ് ഒരുങ്ങിയാലും. അപ്പോൾ രാമൻ പറയുകയുണ്ടായി, സൗമിത്രയെ, നീ നോക്കൂ, ആ സേന ആരുടെയാണെന്നാണ് നിനക്ക് തോന്നുന്നത്? രാമന്റെ ചോദ്യം കേട്ടു ലക്ഷ്മണൻ ആ പടയെ ചുട്ടരിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി പറഞ്ഞു, കൈകേയീസുതനായിരിക്കുന്ന ഭരതൻ അഭിഷേകമൊക്കെ കഴിഞ്ഞ് നാട് നിർബാധമായി വാഴാനായിട്ട്, നമ്മെ കൊല്ലാനായിട്ട് ഇതാ വരികയാണ്. ഇതാ ഭംഗിയുള്ള മാമരം വിളങ്ങുന്നു, കോവിതാരധ്വജം തേരിലെ ഉയരത്തില് വിരാജിക്കുന്നു. ആഗ്രഹം പോലെ അതിവേഗം ഓടുന്ന കുതിരകളില് ഏറിക്കൊണ്ടവരിതാ ഇങ്ങോട്ട് വരുന്നു. യോദ്ധാക്കൾ ആനപ്പുറത്തേറി ആഹ്ലാദത്തോടു കൂടിയിട്ട് വരുന്നു. അതുകൊണ്ട് വീരാ, നമുക്ക് കുലച്ച വില്ലുകളൊക്കെ ഏന്തി പർവ്വതത്തിന് മുകളിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ പോർച്ചട്ടയണിഞ്ഞ് ആയുധങ്ങളേന്തി നിലകൊള്ളാം. ഈ കോവിതാരക്കൊടി രണത്തിൽ നമുക്ക് കീഴിലാകുമോ? ഞാൻ ഭരതനെ ഒന്ന് കാണുമോ? ആര് കാരണമാണോ എന്നോടും സീതയോടുമൊത്ത് അങ്ങേക്ക് ഈ കനത്ത ദുഃഖമെല്ലാം വന്നത്? ഭവാൻ ശാശ്വതമായിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഏതൊരുവൻ മൂലമാണോ ഭ്രഷ്ടനായത്, ആ ഭരതൻ ഇതാ വന്നു കഴിഞ്ഞു. ഇവനെനിക്ക് വധ്യനാണ്. ഭരതനെ വധിക്കുന്നതിൽ ഞാൻ തിന്മയൊന്നും കാണുന്നില്ല ജ്യേഷ്ഠ. പൂർവാപകാരണാം ത്യാഗേ നഹ്യധർമ്മോ വിധീയതേ. മുമ്പ് ദ്രോഹം ചെയ്തവരെ കൊല്ലുന്നതിൽ അധർമ്മമൊന്നുമില്ല. അല്ലയോ രാഘവ, ഭരതൻ മുമ്പ് ദ്രോഹിച്ചവനും ധർമ്മം വെടിഞ്ഞവനുമാണ്. ഇവനെ കൊന്നുകഴിഞ്ഞാൽ അങ്ങ് ഈ ഊഴി മുഴുവൻ വാഴുക. രാജകാമയായിരിക്കുന്ന കൈകേയി പോരിൽ ഞാൻ കൊന്ന പുത്രനെ കാട്ടാന പുഴക്കിയിട്ട മാമരം പോലെ ദുഃഖാർത്ഥിയായിട്ട് ഇന്ന് കാണും. ഞാൻ കൈകേയിയും കൂട്ടത്തോടെ ബന്ധുക്കളോടൊത്ത് വധിക്കുന്നുണ്ട്. ഈ മഹാപാപത്തിൽ നിന്ന് മേദിനി മുക്തയാകട്ടെ. ഇന്നേ അടക്കിയ ക്രോധത്തെയും ധിക്കാരത്തെയും ഉണക്കപ്പുല്ലുകളിൽ അഗ്നി എന്ന പോലെ ശത്രു സൈന്യങ്ങളിലേക്ക് ഞാൻ അയക്കട്ടെ. ഇന്ന് കൂർത്ത ശരങ്ങളാല് ശത്രു ശരീരങ്ങളെ ശകലമാക്കി ഈ ചിത്രകൂട കാന്താരങ്ങളിൽ ഞാൻ ചോരപ്പുഴ ഒഴുക്കും. ശരങ്ങളാൽ നെഞ്ചുളർന്ന ആനയെയും കുതിരയെയും ഞാൻ കൊന്ന മനുഷ്യരെയും കാട്ടുമൃഗങ്ങള് വലിച്ചിഴക്കട്ടെ. ഞാനിന്ന് സൈന്യസമേതനായിരിക്കുന്ന ഭരതനെ കൊന്ന് ഈ മഹാവനത്തിലെ വില്ലിനും അമ്പുകൾക്കുമുള്ള കടം വീട്ടും. ഇത് നിശ്ചയമാണ്. അപ്പോൾ ഇങ്ങനെ ഭരതന്റെ ചിത്രകൂട പർവ്വതത്തിലേക്കുള്ള രാമ സവിധത്തിലേക്കുള്ള ആഗമനത്തെ പറ്റിയിട്ടും ലക്ഷ്മണന് അതേ പറ്റിയിട്ടുണ്ടാകുന്ന വിചാരങ്ങളെ പറ്റിയിട്ടുമൊക്കെയാണ്
ഈ സർഗത്തിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.